അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി പാക് പ്രതിരോധ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ. പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനയായ തെഹരീക കെ താലിബാൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതാണോ അതോ പാകിസ്ഥാനുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതാണോ തങ്ങളുടെ നയമെന്ന് താലിബാൻ വ്യക്തമാക്കണമെന്നാണ് അസീം മുനീർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ദേശീയ ഉലാമ സമ്മേളനത്തിനിടയിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാനി കുട്ടികളുടെ രക്തം ചീന്തുകയല്ലേ എന്ന ചോദ്യം ചെന്നു നിന്നത് പാകിസ്ഥാനിലെ അതിർത്തി കടന്നെത്തുന്ന ഭീകരിൽ 70% അഫ്ഗാനിസ്ഥാൻ പൗരന്മാരാണെന്നും അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ തുടർച്ചയായ സാന്നിധ്യവും നീക്കങ്ങളും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നേരിട്ടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഭരണകൂടത്തിന്റെ അനുവാദമില്ലാതെ ആർക്കും ജിഹാദ് പ്രഖ്യാപിക്കാനോ ഫക്ത് പുറപ്പെടുവിക്കാനോ അധികാരമില്ലെന്നും മുനീർ ഉലാമ കോൺഫറൻസിൽ വ്യക്തമാക്കി. ലോകത്തിലെ 57 ഇസ്ലാമിക രാജ്യങ്ങളിൽ പാകിസ്ഥാന് സവിശേഷമായ സ്ഥാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിനിടെ പാകിസ്ഥാന് ദൈവിക സഹായം ലഭിച്ചതായും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങളെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു ഇന്ത്യയെ ഞെട്ടിച്ച പൽഗാമ ഭീകരാക്രമണം നടന്നത്. മതം ചോദിച്ചുകൊണ്ട് 26 പേരെയാണ് വെടിവെച്ചു കൊന്നത്. ഇന്ത്യൻ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ നടപടിയെ അതേ നാണയത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് ഇന്ത്യ തിരിച്ചടിച്ചു. മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അതീത കശ്മീരിലെയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ 4 ദിവസത്തെ തീവ്രമായ പോരാട്ടത്തിൽ പാക് സേനയ്ക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടിയും വന്നു. ഈ ഘട്ടത്തിൽ സൈന്യത്തിന് അദൃശ്യമായ ദൈവിക ഇടപെടലുകൾ അനുഭവപ്പെട്ടെന്നും അത് തങ്ങളെ തുണച്ചുമെന്നുമാണ് മുനീർ അവകാശപ്പെടുന്നത്. അതേസമയം പൽഗാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതും പാക് ഭീകര സംഘടനകളായ ലഷ്കർ തായിബയും അവരുടെ നിയന്ത്രണത്തിലുള്ള TRF-ഉം ചേർന്നാണെന്ന് NIA അടുത്തിടെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. പാക് ബന്ധ് വ്യക്തമാക്കുന്ന സാക്ഷിമൊഴികളും ഫോറൻസിക് ഡിജിറ്റൽ തെളിവുകളും എന്നിവയടക്കമുള്ള 1597 പേജുള്ള കുറ്റപത്രമാണ് ജമ്മുവിലെ NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചത്.